പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് പറളി. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് പറളി. പാലക്കാട് നിന്നും 9 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും പാലക്കാട് ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കും 5ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. 9-ാമത്തേത് ലക്കിടി. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള 3-ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ലക്കിടി. പാലക്കാട് നിന്നും 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും പാലക്കാട് ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കും 5ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. 8-ാമത്തേത് പള്ളിപ്പുറം. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിലാണ് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഷൊർണൂരിൽ നിന്നും 22 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 5ഓളം ട്രെയിനുകളിൽ ഷൊർണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. 7-ാമത്തേത് വാളയാർ. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് വാളയാർ. പാലക്കാട് ഭാഗത്തേക്കും കോയമ്പത്തൂർ ഭാഗത്തേക്കും ദിവസവും 7ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. പാലക്കാടേക്ക് 26 കിലോമീറ്ററും കോയമ്പത്തൂരിലേക്ക് 28 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുന്നുള്ളത്. 6-ാമത്തേത് കഞ്ചിക്കോട്. പാലക്കാട് നിന്നും കോയമ്പത്തൂർ റൂട്ടിൽ 13 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 7ഓളം ട്രെയിനുകളിൽ പാലക്കാട് ഭാഗത്തേക്കും കോയമ്പത്തൂർ ഭാഗത്തേക്കും ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കേരളത്തിലെ പ്രധാന വ്യാവസായിക പ്രദേശങ്ങളിൽ ഒന്നാണ് കഞ്ചിക്കോട്. പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇവിടം. 5-ാമത്തേത് പാലക്കാട് ടൗൺ. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റൂട്ടിൽ പാലക്കാട് പട്ടണത്തിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 4-ാമത്തേത് പട്ടാമ്പി. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഷൊർണൂരിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും ഷൊർണൂർ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കും 16ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. പട്ടാമ്പി ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 3-ാമത്തേത് ഒറ്റപ്പാലം. പാലക്കാട് നിന്നും ഷൊർണൂർ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ഒറ്റപ്പാലം. ദിവസവും 20ഓളം ട്രെയിനുകളിൽ പാലക്കാട് ഭാഗത്തേക്കും 12ഓളം ട്രെയിനുകളിൽ തൃശ്ശൂർ ഭാഗത്തേക്കും 10ഓളം ട്രെയിനുകളിൽ ഷൊർണൂർ ഭാഗത്തേക്കും ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും.
പാലക്കാട് നിന്നും 34 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും 45 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 13 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. രണ്ടാമത്തേത് പാലക്കാട് ജംഗ്ഷൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. 5 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് 55 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇതുവഴി പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഒന്നാമത്തേത് ഷൊർണൂർ ജംഗ്ഷൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. 4 റൂട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. നിലമ്പൂർ റോഡിലേക്കുള്ള റെയിൽവേ റൂട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഭാരതപ്പുഴയോട് ചേർന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 7 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ഷൊർണൂർ ടൗണിന് അടുത്ത് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.